ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇതിനെ കാണുന്നത്? മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം ചെയ്ത് അവനെ തൂക്കിക്കൊല്ലുക തന്നെ വേണ്ടത്. ഇതൊരു പാഠമായിട്ട് എല്ലാ ജനങ്ങൾക്കും ഇതിന്റെ മുമ്പിൽ ഒരു പാഠമായിട്ടിരിക്കണം. അല്ല, ഇയാൾ ജയിൽ ചാടിപ്പോ ജയിൽ ചാടിയവരെ പിടിക്കുക സർക്കാരിന്റെ ഉത്തരവാദിത്തമാണത്. ഇത്രയും വലിയ ഒരു മാനസിക പീഡനം നടത്തിയവന്, ഒരു പെൺകൊച്ചിനെ കൊന്നവന്, മാനസികമായി അതിനെ കൊലപ്പെടുത്തിയവന്, അത് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും അവനെ പിടിച്ചിരിക്കണം. അത് നിയമമാണത്. ഇത് കൃത്യമായിട്ടൊരു സുരക്ഷ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇയാൾ ജയിൽ ചാടി. അങ്ങനെയാണോ നിങ്ങൾ നോക്കുന്നത്? ഒരു അമ്മ എന്നൊക്കെയുള്ള നിലയിൽ എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഒരു മരണമൊക്കെ സംഭവിച്ചല്ലേ? പെങ്ങന്മാരെ അറിയാൻ പറ്റാത്തങ്ങളാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, വട്ടുപോകുന്നത്. അപ്പൊ അവർക്ക് ഏതൊരു പ്രതിഫലവും അവർക്കുണ്ടാകാൻ സാധ്യത പാടില്ല. അതിന് പരിഹരിക്കണം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പ്രശ്നമല്ലേ? പിന്നെ അവൻ ഇന്ന ഒരു പീഡന കേസിന്റെ പ്രതിയാണെന്ന് അറിയിക്കാൻ സാധ്യതയുണ്ടല്ലോ നമുക്ക്. അപ്പം അങ്ങനെയാണ് അത്. അമ്മമാർക്കായാലും പിള്ളേർക്കായാലും പുറത്തിറങ്ങി നടക്കേണ്ടത്. അത് നടക്കാൻ പറ്റാത്തൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ അത് പ്രതികരിക്കണം. ഇയാള് ഇപ്പോൾ ഈ ഗോവിന്ദചാമി ജയിൽ ചാടി ഇപ്പൊ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത്? ഇയാളെ എവിടെ വെച്ച് കണ്ടാലും ജനങ്ങൾ പ്രതികരിക്കണം, ആളെ തല്ലിക്കൊല്ലണം, അതാണ് വേണ്ടത്. എന്നുവെച്ചാൽ ഓരോ പെമ്മക്കളും ഉള്ള അമ്മമാരുടെ വേദനയാണത്. ഇത് അമ്മച്ചി എന്താ അമ്മച്ചി ഈ ഘട്ടത്തിലൊക്കെ കൂടുതലായിട്ട് പറയാനുള്ളത്? ശരിയാണോ? അത് തെറ്റാണ് അത് ചെയ്യണത്. അതെന്താണെന്ന് വെച്ചാൽ അതിനൊരു പരിഹാരം എത്രയും എളുപ്പം കണ്ടെത്തണം. പോലീസ് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താഞ്ഞോണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു. അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? അങ്ങനെ അതുകൊണ്ടായിരിക്കും അങ്ങനെ. ഒരു ജയിലിലൊക്കെ ഒരു ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ചാടിപ്പോയി എന്നൊക്കെ പറയാൻ നേരത്തെ എന്താണ് തോന്നുന്നത്? അല്ല, അത് ചാടിപ്പോയതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതേപോലത്തെ ഒരാൾ പുറത്ത് നിൽക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണല്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് പിടിക്കണം, അതാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ഒരാളെ കൃത്യമായിട്ട് തന്നെ പിടികൂടണമെന്നാണോ? എന്താണ് പറയാനുള്ളത്? ഗോവിന്ദചാമി എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ സ്ത്രീകളെയും കുട്ടികളെയും വളരെയേറെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അയാൾ ജയിൽ ചാടിയത് പോലീസുകാരുടെ പോരായ്മ അല്ലായിരിക്കാം. മറ്റുള്ള വിധത്തിൽ എന്തെങ്കിലും അയാൾക്ക് അതിനുള്ള വഴി ഉണ്ടായിട്ടായിരിക്കാം ഗോവിന്ദചാമി ജയിൽ ചാടിയത്. ഈ പുറത്തുനിന്നുള്ള സഹായം കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഇയാൾക്ക്? അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടായിരിക്കുമല്ലോ അയാൾ ജയിൽ ചാടിയിരിക്കണത്. സഹായം ഇല്ലാതെ പുറത്ത് ചാടൂലല്ലോ അല്ലേ? പോലീസിന്റെ എല്ലാവരുടെ സഹായം ഉണ്ടായിട്ടാണ് അയാള് പൊളിച്ച് ചാടിയേക്കണത്. മനസ്സിലായ? പിന്നെ ആരെങ്കിലൊക്കെ ദ്രോഹിക്കാനുള്ള ഇടയുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും നോക്കേണ്ടതായിരുന്നില്ലേ? നോക്കേണ്ടായിരുന്നു. അത് നോക്കണമല്ല. എന്താണ് ഈ ഇത്ര ജോർജ് ചേട്ടാ, ഇതെന്താ ചേട്ടാ ഈ ഗോവിന്ദചാമി ഇങ്ങനെ ജയിലൊക്കെ ചാടി? നിങ്ങളൊന്നും അറിയുന്നില്ല ഇതൊന്നും? അറിയണ്ട്. നമുക്കെന്ന് പറയാനാ ഒരു ഉത്തരവാദിത്ത ആൾക്കാർ അത് വേണ്ട വിധത്തിൽ നിൽക്കാൻ ചേട്ടല്ല ചാടുന്നത്. അത് ശ്രദ്ധിച്ചെങ്കിൽ ചാടുവാ. അത് തന്നെയാണ് സേതു. ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതികരണമാണ് ഈ കാണുന്നത്. അവരെല്ലാവരും പറയുന്നത് കൃത്യമായ ഒരു ഇടപെടൽ നടന്നിട്ടില്ല, കൃത്യമായി ഇയാളെ നോക്കിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഗോവിന്ദചാമി ജയിൽ ചാടിയ രീതി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അയാൾ ചാടുന്ന സമയത്ത് ഈ ജയിലിൻ്റെ ഈ സെല്ലിൻ്റെ കമ്പി അറുത്തുകൊണ്ടാണ് ഇയാൾ ജയിൽ ചാടുന്നത്. കമ്പി അറുത്ത് ജയിൽ ചാടുന്ന ആൾ, അതായത് 2 ദിവസം ഇയാളുടെ കയ്യിൽ ആക്സോ ബ്ലേഡ് ഇയാൾ സൂക്ഷിച്ചിരുന്നു. ഈ കമ്പി അറുക്കുന്നതിന് വേണ്ടിയുള്ള 2 ദിവസം കൊണ്ടാണ് ഈ കമ്പി അറുത്തത്. പിന്നീട് ഈ കമ്പി അറുത്തതിന് ശേഷം ഇയാൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ജയിലിനകത്ത് തന്നെ വെള്ളം സൂക്ഷിക്കാൻ കരുതിയിരുന്ന ഡ്രമ്മിൽ ചവിട്ടിക്കൊണ്ട് അവിടുത്തെ ഒരു ചെറിയ മതിൽ ചാടി ഇയാൾ ക്വാറന്റൈൻ വിഭാഗത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. ക്വാറന്റൈൻ ഭാഗത്തേക്ക് എത്തിയ ഗോവിന്ദചാമി പിന്നീട് ആ ക്വാറന്റൈൻ സെല്ലിൽ സൂക്ഷിച്ചിരുന്ന പുതപ്പും കമ്പിളിയും കൈക്കലാക്കുന്നു. അവിടെ നിന്നും ഇയാൾ ജയിലിനോട് ചേർന്നുള്ള ഒരു മരത്തിലെത്തുകയാണ്. ആ മരം വഴി മുകളിലെത്തിയ ശേഷം പിന്നീട് ഈ കമ്പിളിയും പുതപ്പും കെട്ടിയാണ് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. ഒരു കാര്യം ഉദ്യോഗസ്ഥർ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഇയാൾക്ക് അവിടെ നിന്ന് ഒറ്റ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത്. കാരണം ഇയാൾക്ക് കൃത്യമായ ഒരു സഹായം ലഭിച്ചിട്ടുണ്ട്. അത് ആരുടെയാണ് എന്നുള്ളത് കണ്ടെത്താനാണ് പോലീസ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട്. ഈ ആയുധങ്ങൾ ഇയാൾക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇതെല്ലാം സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിൽ DGPയും DIGയും എല്ലാം കണ്ണൂർ ജയിലിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഗോവിന്ദചാമിയെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിട്ടതുകൊണ്ട് തന്നെയാണ് ഇയാൾ ആ ജയിൽ ചാടിയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു.